നമസ്കാരം കൂട്ടുകാരെ, കോൾ മീ ബേയുടെ കഥ പറയുന്ന മൂന്നാമത്തെ എപ്പിസോഡാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. കഥ തുടരുകയാണ്. ബേയുടെ വീഡിയോ നാൾക്ക് നാൾ വൈറലായിക്കൊണ്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ TRPയുടെ ഓഫീസിൽ പ്രധാനപ്പെട്ട എംപ്ലോയീസിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ആദ്യമേ മീറ്റിംഗിന് എത്തിയത് കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് വാർത്തകൾ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റും സ്പോർട്സ് ജേർണലിസ്റ്റ് ആശിഷുമായിരുന്നു. അവരവിടുത്തെ ടിവിയിൽ ബേ സത്യജിത്തിനെ കളിയാക്കുന്ന വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കണ്ട് ചിരിക്കാനും മറ്റും ആരംഭിച്ചു. പിന്നാലെ ഓരോരുത്തരായി വരുന്ന കണ്ടതും ലാപ്ടോപ്പിൽ നിന്ന് വേഗത്തിൽ ആ കണക്ഷൻ വിടുവിപ്പിച്ചായിരുന്നു അവർ അത് ഓഫ് ചെയ്തത്. പിറകെ അങ്ങോട്ടേക്ക് സത്യജിത്തിന്റെ കൺഫഷൻ എന്ന ഷോയുടെ പ്രൊഡ്യൂസറായ ഹാർലൈൻ ബാബറും ഒന്നിച്ച് സത്യജിത്ത് കടന്നു വന്നു. MD ആയ നീലും അവിടുത്തെ സീനിയർ ജേർണലിസ്റ്റായ ടമാറയും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. സീനിയർ എഡിറ്ററും കൂടി വന്നിരുന്നതോടെ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഏതൊരു ചാനൽ നെയിം പോലെ TRPയെ പറ്റിയായിരുന്നു അവരുടെ സംസാരം മുഴുവൻ. TRP എന്ന ചാനലിലേക്ക് റേറ്റിംഗും TRPയും കൊണ്ടുവരുന്നത് സത്യജിത്തിന്റെ പ്രോഗ്രാമായ കൺഫഷനാണ്. അതുകൊണ്ട് തന്നെ സത്യജിത്തിന് അവിടെ വലിയ വില തന്നെ ലഭിക്കുന്നുണ്ടായിരുന്നു. നീലാണെങ്കിൽ സത്യസന്ധമായി ജേർണലിസം ചെയ്യണം, സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. നീലിന്റെ ഷോ ആണെങ്കിൽ നാൾക്ക് നാൾ താഴേക്കായിരുന്നു. പുതിയ സമൂഹത്തിൽ ഒരു ജേർണലിസ്റ്റ് സെയിൽസ്മാനെ പോലെയാ വർക്ക് ചെയ്യേണ്ടത്. സത്യമൊന്നുമല്ല അവർക്ക് വേണ്ടത്, ഡ്രാമകളാണെന്ന മട്ടിൽ സത്യജിത്ത് വാദിച്ചു. നീൽ അതിനെതിരെയും നിന്നു. പക്ഷേ നീലിന്റെ ഷോ താഴേക്ക് പോകുന്ന കാര്യം സത്യജിത്ത് പറഞ്ഞപ്പോ തിരിച്ചൊന്നും പറയാനില്ലാതെ നീൽ എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. ഇതിനിടയിൽ നീലിന്റെ ഷോയുടെ റേറ്റിംഗ് സ്ക്രീനിലിടാൻ സത്യജിത്ത് ആവശ്യപ്പെട്ടിരുന്നു. കോസ്റ്റ്യൂംധാരിയായ ജേർണലിസ്റ്റ് ടിവിയിലേക്ക് ലാപ്ടോപ്പ് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഹാർലിൻ വന്ന് അത് കണക്ട് ചെയ്തു കൊടുക്കുകയുമാണ്. പിന്നെ പറയണ്ടല്ലോ, സത്യജിത്തിനെ ബേ കളിയാക്കുന്ന വീഡിയോ ഓൾറെഡി അതിൽ പ്ലേ ചെയ്തിട്ട് നിർത്തിയിരുന്നതാണല്ലോ. ഓണാക്കിയതും പ്ലേ കണ്ടിന്യൂ ആയി. സത്യജിത്ത് ഫ്രോഡാണ് എന്ന തരത്തിൽ ബേ പറയുന്ന അത് കണ്ട് ആ മുറിയിലുണ്ടായിരുന്ന ഏവരും ചിരിയടക്കി പിടിച്ചു. സത്യജിത്ത് അസ്വസ്ഥനായി. ഇറങ്ങിപ്പോവാൻ നിന്ന നീല് ദാ ഇതാ ഇപ്പോ കറക്റ്റായ, ഇതാണ് ഒറിജിനൽ ഡ്രാമ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോന്നു. സത്യജിത്താണെങ്കിൽ ആരാത് പ്ലേ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ക്ഷോഭിക്കുന്നുണ്ടായിരുന്നു. പുറത്തെത്തിയ നീലിന് ചിരി വന്നു. ആ ഒരു നിമിഷത്തിൽ തന്നെ രക്ഷിച്ചത് ആ വീഡിയോ ആണ് എന്ന് വരെ നീലിന് തോന്നി. നീല തന്റെ റൂമിലേക്ക് എത്തുമ്പോ ബേ അവിടെ നീലിനെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബേ ആദ്യം ഒരു അസ്വസ്ഥതയിലായിരുന്നു. തന്റെ ബന്ധുക്കൾ നീലിനെ തനിക്കെതിരെ പ്രയോഗിക്കാൻ വിട്ടതാണോ എന്നൊക്കെ സംശയമുണ്ടായിരുന്ന ബേ നീലിനോട് അത് ചോദിച്ചു. പക്ഷെ അങ്ങനൊന്നുമല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞ നീൽ ബേയുടെ വീഡിയോ താൻ കണ്ടു. അത് വളരെയധികം നന്നായിരുന്നു. എല്ലാത്തിലും ഉപരിയായി അതിലൊരു സത്യവുമുണ്ട്. വളരെ നല്ല രീതിയിൽ തമാശയോടെയാണ് ബേ അത് അവതരിപ്പിച്ചത്. ബേക്ക് മുമ്പ് ചാനലിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ, എന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് നീൽ ചോദിക്കുകയാണ്. ബേക്ക് അത് വല്ലാത്തൊരു അതിശയം തന്നെയായിരുന്നു. ജോലി അന്വേഷിച്ചിരുന്ന ബേക്കാണെങ്കിൽ നീലിന്റെ ആ ഓഫർ സ്വീകരിക്കാൻ പറ്റുന്നതും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സാലറി നീൽ ഓഫർ ചെയ്തു. പോരാത്തതിന് TRP പോലൊരു ചാനലിൽ ജേർണലിസ്റ്റ് ഇന്റേണായാണ് അവൾക്ക് ജോലി കിട്ടുന്നത്. നോ പറയാൻ ബേക്ക് ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നീലിന്റെ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ, സോഷ്യൽ മീഡിയയുടെ സൈക്കോളജി എങ്ങനാണ് എന്നവൾ നീലിനെ പഠിപ്പിച്ചു. അങ്ങനെ നീലിന്റെ ടീമിൽ നീലിന്റെ അസിസ്റ്റന്റിനെ പോലെ ബേ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നീലിന് 2 സജഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ബേ നീലിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണം. രണ്ടാമത്തത്, നീലിന്റെ ഫാഷൻ സെൻസിൽ അല്പം മാറ്റം വരുത്തണം. ബേക്കാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയ ജോലിയും. ജോലി കിട്ടിയപാടെ പുറത്തിറങ്ങിയ ബേ TRPയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ തന്റെ പുതിയ ജേർണലിസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ തന്നെ പ്രിൻസിന്റെ കമന്റ് വന്നു, ബേ നിനക്ക് ജോലി കിട്ടിയോ, നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ, പക്ഷെ നിന്റെ നല്ലതിന് വേണ്ടിയ പ്രിൻസ് എന്ന് പറഞ്ഞ് ബേ പ്രിൻസിനെ ബ്ലോക്ക് ചെയ്തിട്ടു. പിന്നാലെ ബേ സൈറയെ വിളിച്ച് ആ കാര്യം പറഞ്ഞു. സൈറയും ആവേശത്തിലായിരുന്നു. അപ്പോഴാണ് അവരൊരു കാര്യം ആലോചിക്കുന്നത്. മറ്റന്നാള് ലോസ്റ്റലിലെ 3 ആഴ്ച പൂർത്തീകരിക്കപ്പെടുകയാണ്. ലോസ്റ്റലിൽ നിന്ന് എന്തായാലും ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങേണ്ട വരും. എന്ത് ചെയ്യുമെന്ന് ബേ ചോദിച്ചപ്പോ, നീ വേഗം വാ, നമുക്ക് ആലോചിക്കാം എന്നായിരുന്നു സൈറ പറഞ്ഞത്. അന്ന് രാത്രിയിൽ ഓട്ടോയിൽ സൈറയ്ക്കൊപ്പം ബേ ഒരിടത്തേക്ക് ചെന്നു. അവിടെ ഓട്ടോ ഇറങ്ങുമ്പോ അടുത്ത പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് ജീപ്പ് കണ്ടതും തന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം പെട്ടെന്ന് ബേയുടെ ഉള്ളിലേക്ക് ഓടിയെത്തി. ന്യൂയോർക്കിൽ വെച്ച് ഒരു കടയിൽ നിന്ന് മോഷണ ശ്രമം നടത്തിയതിന് അവൾ പിടികൂടപ്പെട്ടിരുന്നു. അന്ന് സമർബായായിരുന്നു അവളെ വന്ന് രക്ഷിച്ചത്. അവർ എത്തിച്ചേർന്നത് ഒരു ഫ്ളാറ്റിന് മുമ്പിലേക്കായിരുന്നു. ഇതെന്തിനാ ഇവിടെ വന്നേ എന്ന് ബേ ചോദിച്ചപ്പോ, ഓൺലൈൻ സ്റ്റഡി കഴിഞ്ഞല്ലോ, എന്റെ ഓഫ്ലൈൻ സ്റ്റഡിക്ക് വന്നതാ എന്നായിരുന്നു സൈറ പറഞ്ഞത്. സംഭവം എന്തെന്നാൽ സൈറ ഡേറ്റിംഗ് ആപ്പ് നോക്കി ലോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയാൽ താമസിക്കാൻ പറ്റുന്ന ഒരാളെ എപ്പോഴും കണ്ടെത്തുമായിരുന്നല്ലോ. അയാൾ ആ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. അയാളെപ്പറ്റി വളരെയധികം നൈസായിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു സൈറ. ആ സെക്യൂരിറ്റി ഓഫീസറാകട്ടെ അവർ വരുമ്പോ ഫോണിൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ചൂതുകളിയിൽ ഏറെ താല്പര്യമായ സൈറയ്ക്ക് ചീട്ടുകളിയൊക്കെ ഒരു വിഷയമാണോ, സെക്യൂരിറ്റി കയ്യിന്ന് കളി പോയി എന്ന് പറഞ്ഞിരിക്കുമ്പോ താൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി സൈറ കളിച്ചു കൊടുത്തു. പിന്നാലെ ആ കൂട്ടത്തിൽ സെക്യൂരിറ്റിയെ വിജയിപ്പിച്ച് 2000 രൂപ നേടിക്കൊടുത്ത സൈറ സെക്യൂരിറ്റിക്കടുത്ത് താൻ അന്വേഷിക്കാമെന്ന വ്യക്തിയെപ്പറ്റി
കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ബേ അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ ബേയും സെക്യൂരിറ്റിയുമായി സംസാരിച്ചു. ഒക്കെ അറിഞ്ഞതും സൈറ സെക്യൂരിറ്റിയോട് ഇവിടെ ഓട്ടോ കിട്ടോ എന്ന് ചോദിച്ചു. മേഡത്തിന് ഞാൻ തന്നെ ഓട്ടോ വിളിച്ചു തരില്ലേ എന്നായിരുന്നു ആ പരിചയം കൊണ്ട് സെക്യൂരിറ്റി പറഞ്ഞത്. ഉടൻ ബേ പറഞ്ഞു, അഗിക്കും എനിക്കും സ്വന്തമായിട്ട് ചോപ്പർ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോ സൈറ അങ്ങോട്ടേക്ക് വന്ന് ബേയെ സമാധാനിപ്പിച്ചു. തിരിച്ചു പോരുമ്പോ അവളോട് ചോദിച്ചു, നീ ശരിക്കും എന്താ മിസ് ചെയ്യുന്നേ? അക്കിയാണോ അതോ നിന്റെ പ്രിവിലേജിനെയാണോ? അവരെന്നെ തെരുവിലേക്ക് ഇറക്കി വിട്ട് എന്നെ ഈ അവസ്ഥയിലാക്കിയില്ലേ? അവരെന്നെ മിസ് ചെയ്യില്ല ബേ പറഞ്ഞു. പക്ഷേ വീട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് ബേ പറയുകയും ചെയ്തു. സൈറ ബേയെ സമാധാനിപ്പിച്ചു. ആദ്യം തനിക്കും അങ്ങനൊക്കെ തന്നെ ആയിരുന്നെന്നും പക്ഷെ പുറത്തു വന്നപ്പോൾ ഉള്ള ഈ സ്വാതന്ത്ര്യത്തിന്റെ അഡിക്ഷൻ ഉണ്ടല്ലോ അതെല്ലാത്തിനും മേലിലാണ് എന്ന് സൈറ അവളോടായി പറഞ്ഞു. നീ ആ ചോപ്പറൊക്കെ വിട്ടേരെ, അത് പറന്നുപോയി. അതെ ശരിയാണ്, എനിക്കിനി ഒറ്റയ്ക്ക് പറക്കാൻ പഠിക്കണം ബേ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അങ്ങനെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ബേയുടെ ആദ്യ ദിവസം അണിഞ്ഞൊരുങ്ങി ഒരു മോഡലിനെ പോലെ ബേ TRPയുടെ ഓഫീസിലേക്ക് ചെന്നു. അവൾ വലിയ ഉത്സാഹവതിയുമായിരുന്നു. ബേ നേരെ ചെന്ന് കണ്ടത് ടമാറയെയാണ്. ട്രെയിനി റിപ്പോർട്ടറായ ടമാറയായിരുന്നു ബേയെ ഗൈഡ് ചെയ്യേണ്ടത്. ടമാറയുടെ സ്വഭാവം എന്ന് വെച്ചാൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന 24 മണിക്കൂറും ജോലി ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. ഒക്കെ വേഗത്തിൽ പറഞ്ഞ് വളരെ ആക്റ്റീവായി ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കുന്ന വ്യക്തി. ബേയോട് ഓഫീസിലെ 100 കാര്യങ്ങളെപ്പറ്റി ഒറ്റയടിക്ക് ടമാറ സംസാരിച്ചു. കൂട്ടത്തിൽ നിനക്ക് വേസ്റ്റാക്കാൻ സമയമില്ലെന്നും ഓഫീസിനടുത്ത് വീടെടുത്ത് മാറണമെന്നും. ടമാറയെ സംബന്ധിച്ചിടത്തോളം ബേയുടെ മെന്ററായ നീലിന്റെ ഷോ ഒട്ടും ഗുണമില്ലാത്തതായിരുന്നു. താനത് മെഡിറ്റേഷന് വേണ്ടി മാത്രമാ കാണുന്നേ എന്നൊരു കോമഡി വരെ ടമാറ പറയുന്നുമുണ്ട്. അവർ സംസാരിച്ചിരിക്കെ ആശിഷ് അങ്ങോട്ടേക്ക് വന്നു. ജേർണലിസ്റ്റായ ആശിഷിന് ടമാറയോട് ഒരു പ്രണയ താല്പര്യമൊക്കെയുണ്ട്. പക്ഷേ ടമാറയ്ക്കാണെങ്കിൽ ഈ പ്രണയത്തിലൊന്നും വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല. മാത്രമല്ല ടമാറയാണെങ്കിൽ ന്യൂമറോളജിയും ജ്യോതിഷവും ഒക്കെ വല്ലാതെ നോക്കുന്ന വ്യക്തിയും. അതുകൊണ്ട് തന്നെ ആശിഷിനെ അകറ്റി നിർത്താൻ ടമാറ നോക്കിയിരുന്നു. ബേയുടെ ടേബിൾ ടമാറ ബേക്ക് കാണിച്ചു കൊടുത്തു. ശേഷം അവിടെ നിന്ന് ബേയെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. അവിടെ അന്ന് കൺഫഷന്റെ ഷൂട്ടിംഗ് ആയിരുന്നു നടന്നിരുന്നത്. സത്യജിത്തിനെ കണ്ടതും ബേ ഒന്ന് വല്ലാതാകുന്നുണ്ട്. കോമഡി എന്തെന്നാൽ പുറം ലോകം കോട്ടൊക്കെ ഇട്ടാണ് സത്യജിത്തിനെ കാണുന്നതെങ്കിലും കോട്ടിന് താഴെ അയാൾ ഒരു ഷോർട്സ് മാത്രമായിരുന്നു എപ്പോഴും ധരിക്കാറുള്ളത്. അവിടെ വെച്ചിട്ട് തന്നെ കൺഫഷന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായ ഹാർലീനെയും ബേ കാണുന്നുണ്ട്. പക്ഷേ സത്യജിത്തിനോടുള്ള അവരുടെ അടുപ്പവും പെരുമാറ്റവും ഒക്കെ കണ്ട് സത്യജിത്തിന്റെ PA ആണോ അവർ എന്നുവരെ ബേ സംശയിച്ചിരുന്നു. പക്ഷേ ടമാറ ഒക്കെ പറഞ്ഞുകൊടുത്തു. കാര്യം PA പോലെയൊക്കെ തോന്നുമെങ്കിലും ഏറെക്കുറെ ഒരു അസോസിയേറ്റിനെ പോലെ അവൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൂടി പറയാം. അവർ തമ്മിൽ വേറൊരു റിലേഷൻഷിപ്പും ഒക്കെ തന്നെ ഉണ്ട് താനും. വൈകാതെ സ്റ്റുഡിയോയിൽ കൺഫഷന്റെ ഷൂട്ടിംഗ് തുടങ്ങി. കൺഫഷനിലേക്ക് അന്ന് വിളിക്കപ്പെട്ടിരുന്ന അതിഥി നൈന ഖന്ന എന്ന ആക്ട്രസ് ആയിരുന്നു. തനിക്ക് കിട്ടിയ വിവരപ്രകാരം സത്യജിത്ത് അന്ന് നൈന ഖന്നയെ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴും നൈന ഖന്ന കുറെ പ്രൊജക്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അതിന് കാരണം നൈന ഖന്ന പ്രഗ്നന്റ് ആണെന്നതാണോ എന്ന് സത്യജിത്ത് ചോദിച്ചു. ഏവർക്കും അതൊരു ഷോക്കിംഗ് സംഭവം തന്നെയായിരുന്നു. അതുവരെ അത്തരത്തിലൊരു വാർത്ത വിവാഹിത കൂടിയല്ലാത്ത നൈന ഖന്ന പുറത്തുവിട്ടിട്ടില്ല. സത്യജിത്തിന്റെ വെളിപ്പെടുത്തലും സംസാരവും ഒക്കെ പരിധിവിടുന്നുണ്ടായിരുന്നു. പ്രോഗ്രാം പ്രൊഡ്യൂസർ ഹാർലിൻ സ്ക്രിപ്റ്റിൽ ഉറച്ചു നിൽക്കാനൊക്കെ മൈക്കിലൂടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തെങ്കിലും സത്യജിത്ത് അതൊന്നും കേട്ടില്ല. തന്റെ പറച്ചിൽ തുടർന്നു തന്നെ പോന്നു. പിന്നാലെ ബ്രേക്ക് വിളിച്ചു. ദേഷ്യപ്പെട്ട് നൈന ഖന്ന എന്റെ കരിയർ അടക്കമാ നീ നശിപ്പിച്ച് എന്ന് പറഞ്ഞ് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. ബേ ചോദിച്ചു, ഇയാളിത് എന്താ ചെയ്ത്? ഇത് ലീഗലാണോ? ലീഗലാണെങ്കിലും അല്ലെങ്കിലും ഈ വിഷയമായിരിക്കും അടുത്ത ഒരാഴ്ച ചാനലുകളിൽ ഓടാൻ പോകുന്നത് എന്നായിരുന്നു ടമാറ പറഞ്ഞത്. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ഇവരൊക്കെ എന്തിനാ ഈ ഷോയിൽ പങ്കെടുക്കാൻ വരുന്നേ എന്നായി ബേയുടെ അടുത്ത ചോദ്യം. ടമാറ പറഞ്ഞു, അടുത്ത ദിവസം ഫസ്റ്റ് പേജിൽ വരാൻ വേണ്ടി നാളെ തൊട്ട് ഇവരായിരിക്കുമല്ലോ മുഴുവൻ ഹൈലൈറ്റ്. ആ പബ്ലിസിറ്റി സ്റ്റണ്ടും കാര്യങ്ങളുമൊക്കെ ബേക്ക് വല്ലാതെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. പ്രോഗ്രാം പ്രൊഡ്യൂസറായ ഹാർലിൻ വന്ന് സത്യയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് മേക്കപ്പ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് സത്യക്കെതിരെ ഷൗട്ട് ചെയ്തു. പാവം പെണ്ണ്, നീ എന്താ സത്യ ചെയ്യുന്നേ? അവളുടെ കരിയറും ലൈഫും തന്നെ ഇത് കാരണം അഫക്ട് ചെയ്യില്ലേ? നീ മധുലികേനെ ഗസ്റ്റായി കൊണ്ടുവരുന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് മധുലികേനെ മാറ്റി നൈന ഖന്നയെ കൊണ്ടുവന്നു. എന്തായാലും നന്നായി. ഇത് കാരണം നിന്റെ കരിയർ നല്ല രീതിയിൽ വളരാൻ പോവുക. മധുലികേനെ എത്ര തവണ കോണ്ടാക്ട് ചെയ്തെന്നറിയോ? അവര് സമ്മതിക്കുന്നേയില്ല. അവരത് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുക. അന്നൊന്നും എനിക്കെന്താന്ന് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. നീ ഇതുപോലല്ലേ വന്ന ഗസ്റ്റുകളോട് ചെയ്യുന്നത്? അവരുടെ പുറം ലോകമറിയാത്ത വിവരങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വിടുവല്ലേ? നീ ഇന്ന് കാണിച്ചാല് എന്ത് നാഷണൽ ഇൻട്രസ്റ്റാ ഉള്ളത്? ഈ നേഷ് എന്ന് പറയുന്നത് ഒരു ബീസ്റ്റ് ആണ്. അതിന് എരിവും മസാലയും പുളിയും ഒക്കെ കൊടുത്ത് നമ്മളങ്ങനെ അങ്ങോട്ട് ഊട്ടിക്കൊടുക്കണം. ഒക്കെ ശരി തന്നെ. പക്ഷെ ഒരിക്കൽ നമ്മൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വന്നാലോ? പക്ഷേ അതൊന്നും പ്രശ്നമാവില്ല എന്ന മട്ടിൽ ഹാർലീനെ സംസാരിച്ച് സത്യജിത്ത് കൺവിൻസ് ചെയ്യിപ്പിച്ചു. പിന്നാലെ തന്റെ വല്ലാത്തൊരടുപ്പം ഹാർലീനോട് സത്യജിത്ത്
സത്യജിത്ത് കാണിക്കുന്നുമുണ്ട്. സത്യജിത്തിനെ പ്രണയിതാവായി കണ്ടിരുന്ന ഹാർലിന് അവന്റെ ആ പഞ്ചാരയിൽ അല്പം മയങ്ങിപ്പോവുകയും ചെയ്തു. ഇത്രയും നാളായില്ലേ വീട്ടിൽ സംസാരിക്കണ്ടേ എന്ന് ഹാർലിൻ ചോദിച്ചു. പെട്ടെന്ന് സത്യജിത്തിന്റെ മുഖമൊന്നു മാറി. എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിക്കണം എന്ന് സത്യജിത്ത് പറഞ്ഞു. എപ്പോഴാണ് എന്നായിരുന്നു ഹാർലിന്റെ മറുചോദ്യം. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ എന്നും ഹാർലിൻ ചോദിച്ചു. ഹാർലിൻ, എനിക്ക് കുറച്ച് സമയം വേണം. നോക്ക്, നീ ഒരു നാഷണൽ ഐക്കണാവാൻ ഇങ്ങനെ പോകുക. ആ സമയത്ത് റിലേഷൻഷിപ്പിലും മാരേജിലും കിഡ്സിലും ഒക്കെ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? നമ്മളെന്തിനാ ഇങ്ങനെ സെറ്റിൽ ആവുന്നേ? നമുക്ക് രണ്ടാൾക്കും ഇന്ന് രാത്രി ഒന്ന് കൂടിയാ പോരെ എന്ന മട്ടിൽ പഞ്ചാരയോടെ സത്യജിത്ത് കുറെ പറഞ്ഞതും ഹാർലിൻ അതിൽ മയങ്ങിപ്പോയി. ഹാർലിൻ ഓക്കെയും പറഞ്ഞു. പോകുന്നതിനു മുമ്പ് ഹാർലിനെ പിടിച്ചു നിർത്തി സത്യജിത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ ഓണറിലായിരിക്കുമ്പോ ഞാൻ പറയാതെ ക്യാമറ കട്ട് ചെയ്യരുത്. ഹാർലിൻ മറുപടി പറഞ്ഞില്ല. എന്തൊക്കെയോ ശരികേട് ഹാർലിന് മൊത്തത്തിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് ബേ പുറത്തിരിക്കുമ്പോ ടമാറ അവളുടെ അടുത്ത് ചെന്നു. അവൾ ഫ്ലാറ്റ് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നല്ലൊരു ഫ്ലാറ്റ് ഓപ്ഷൻ അവളുടെ അടുത്തേക്ക് പറഞ്ഞു. 24 മണിക്കൂർ വാട്ടർ സപ്ലൈ ഉണ്ട്, പാർഷ്യൽ സൺസെറ്റ് കാണാം, ഓഫീസിൽ നിന്ന് 10 മിനിറ്റ് ദൂരമുള്ള ഒരു അടിപൊളി 1 BHK, 40,000 രൂപ റെന്റ് ഉണ്ട്, 25 ഞാൻ എടുത്തോളാം, 15 നീ എടുത്താ മതി, ബെഡ് ഞാൻ എടുക്കും, നിനക്ക് സോഫയിൽ കിടക്കാം എന്ന തരത്തിൽ ടമാറ ഒരു ഓപ്ഷൻ ബേയുടെ മുമ്പിലേക്ക് ചടപടാ വെച്ചു. ബേ പെട്ടെന്നൊന്ന് കൺഫ്യൂസ്ഡ് ആയി. അഡ്വാൻസ് 50,000 കൊടുക്കണമെന്നും ടമാറ പറഞ്ഞു വെച്ചു. ബേക്ക് അതിൽ ഇൻട്രസ്റ്റ് തോന്നിയെങ്കിലും 50,000 എടുക്കാൻ അവളുടെ എവിടുന്നാണ്? അവൾ നിസ്സഹായത പ്രകടിപ്പിച്ചു. ഈ നഗരത്തിൽ അതുപോലൊരു താമസ സ്ഥലം കിട്ടൽ വലിയ പാടായിരിക്കും, ഒന്ന് ആലോചിച്ചോളൂ എന്നുകൂടി ടമാറ പറഞ്ഞു. അന്ന് രാത്രി ലോസ്റ്റലിലെത്തി സൈറയും ബേയും അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. സൈറയാണെങ്കിൽ ബെറ്റിങ്ങിൽ ആദ്യം 10,000 കിട്ടിയിട്ട് പിന്നീട് അവൾക്ക് 15,000 പോയ കഥയൊക്കെ പറയുകയായിരുന്നു. കൂട്ടത്തിൽ നിന്റെ ആദ്യത്തെ ജോലി ദിവസമല്ലേ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ എന്ന് സൈറ ചോദിച്ചു. ബേ അപ്പോഴാണ് ഫോൺ എടുക്കുന്നത്. ഇൻസ്റ്റയിൽ അമ്മയുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. സമീർ ബായെ ചേർത്ത് പിടിച്ച് #പ്രൗഡ് മദർ കൊടുത്തിട്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ടിരുന്നത്. അത് ബേയെ വല്ലാതെ ദുഃഖിതയാക്കി. അമ്മ ഒരിക്കൽ പോലും തന്നെ ചേർത്ത് പിടിച്ച് തന്നെ ഓർത്ത് പ്രൗഡാണെന്ന് പറഞ്ഞിട്ടില്ല എന്നവൾ ദുഃഖത്തോടെ ഓർത്തു. സൈറ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ പേരൻസും അങ്ങനൊക്കെ തന്നെയാ. എന്റെ പേരൻസ് ജഡ്ജസ് ആയിരുന്നു, പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്തത് എന്നെയാ. അവർക്ക് ഞാൻ ലോ പഠിക്കണമെന്നായിരുന്നു, എനിക്കാണെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റും. ഞാനത് പറഞ്ഞപ്പോ അവരെന്നോട് പോയി ചാവാൻ പറഞ്ഞു. അപ്പോഴാണ് റൂംമേറ്റ്സ് ഗെയിം കളിക്കാൻ അവരെ വിളിക്കുന്നത്. അവർ ഗെയിമിന് ചെന്നിരുന്നു. ഗെയിം എന്തെന്നാൽ ഒരാള് ഒരു കഥ പറഞ്ഞു തുടങ്ങും. ഓരോ സെന്റൻസ് കഴിയുമ്പോഴും തടയലും വിക്കലുമില്ലാതെ കഥ തുടർന്നു പോരണം. അങ്ങനെ അവസാനം കഥ പറഞ്ഞു നിർത്തുന്നയാളാവും ജയിക്കുക. അന്ന് കഥ പറയുമ്പോ തന്റെ ഓരോ കാര്യങ്ങൾ ഓർത്ത് തന്റെ അനുഭവങ്ങൾ ഉപമകൾ എന്ന പോലെ കഥയിൽ ആഡ് ചെയ്ത് ബേ പറയുന്നുണ്ടായിരുന്നു. ഏവരും അവളുടെ പറച്ചിലും വേദനയും കേട്ടിരുന്നു. ആരും ശ്രദ്ധ കൊടുക്കാതായപ്പോ ഒരിക്കൽ സ്വയം തന്നെ തകർക്കണം എന്ന് കരുതിയായിരുന്നു ബേ ആദ്യമായി ന്യൂയോർക്കിൽ വെച്ച് ഒരു കടയിൽ നിന്ന് മോഷ്ടിച്ചത്. മോഷണം പിടികൂടി പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. അതോടെ വീട്ടിലുള്ള എല്ലാവരും അവളെ ശ്രദ്ധിച്ചു. സമർബായി വന്ന് അവളെ അന്ന് സ്റ്റേഷനിൽ നിന്നിറക്കി. അറ്റൻഷൻ സീക്കിംഗ് ആയിരുന്നു അന്ന് അവൾക്ക് വേണ്ടിയിരുന്നതും, അതിനായിരുന്നു അവൾ അത് ചെയ്തതും. ഉപമകളോടെ അവളത് പറഞ്ഞു നിൽക്കെ അവൾ ഗെയിമിൽ തോറ്റുന്ന് വിക്കിയപ്പോ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു. അതോടെ ബേ വേദനയോടെ എഴുന്നേറ്റ് പോയി. മറ്റുള്ളവർക്കൊക്കെ അവൾ അവളുടെ അനുഭവമാണ് പറയുന്നതെന്ന് അറിയാമായിരുന്നു. അവൾ ദുഃഖത്തോടെ കരഞ്ഞു നിൽക്കുമ്പോ സൈറ അവളുടെ അടുത്ത് വന്നു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൽവി സൈറയും വിറ്റുപോയി, ഞാൻ നിനക്കത് ഗിഫ്റ്റ് തന്നതല്ലേ, എന്തിനാ വിറ്റത്? എന്നായി ബേ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കണ്ടേ? എൽവി സൈറ വിറ്റ് പണം സൈറ സംഘടിപ്പിച്ചിരുന്നു. 50,000 മുകളിൽ വരുന്ന തുക. ആ തുക ബേക്ക് വേണ്ടി അപ്പാർട്ട്മെന്റിന് അഡ്വാൻസ് കൊടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു സൈറ അത് ചെയ്തത്. തനിക്ക് വേണ്ടി സൈറ അത് ചെയ്തത് ബേക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല. സൈറ പറഞ്ഞു, ഇന്നു മുതൽ നിന്റെ പ്രോബ്ലം എന്റെ പ്രോബ്ലം കൂടിയാ. ഇതാണ് നമ്മുടെ സിസ്റ്റർ കോഡ്. എന്താണെന്ന് ബേ ചിരിയോടെ തിരക്കി. #സിസ്റ്റർ കോഡ് എന്ന് ചിരിയോടെ സൈറയും പറഞ്ഞു. കൂട്ടത്തിലൊരു ആക്ഷനും സന്തോഷത്തിലും സ്നേഹത്തിലും അവർ കെട്ടിപ്പിടിച്ചിരുന്നു. അത്രമേൽ വലിയൊരു ബോണ്ടിങ് അവർക്കിടയിൽ രൂപപ്പെടുകയായിരുന്നു. ആ സമയം അവിടെ ഒരു മൂങ്ങയെയും ബേ കണ്ടു. ബേയുടെ സ്പിരിറ്റ് അനിമൽ. ആ സമയത്താണ് ബേയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. അനാമിക എന്ന പ്രൊഫൈലിൽ നിന്നായിരുന്നു അത്. നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒരു സ്റ്റോറിയുണ്ട്, എന്നെ സഹായിക്കാമോ എന്നായിരുന്നു അതിലെ ചോദ്യം. ഈ അനാമിക ആരാ? ബേ സൈറയോട് ചോദിച്ചു. ആ എന്നായിരുന്നു സൈറയുടെ മറുപടി. വന്ന മെസ്സേജിലേക്ക് ബേ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ബേയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാവും സംഭവിക്കുക? തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. അടുത്ത എപ്പിസോഡുമായി ഉടനടി കണ്ടുമുട്ടാം. അതുവരെ ബൈ.